ഇനി നമ്മൾ തിരുവനന്തപുരം നഗരസഭയിലേക്കാണ് പോകുന്നത്. ഒരു അഴിമതിയുടെ കഥ പറയാൻ പോവുകയാണ്. കുട്ടി ആഘോഷിച്ച് തിരുവനന്തപുരം നഗരസഭ കൊണ്ടുവന്ന വനിതാ സൗഹൃദ ഇടനാഴി കാണാനില്ല. മേയറായിരിക്കെ വി കെ പ്രശാന്തും ശ്രീകുമാറും കൊണ്ടുവന്നതാണ് ഈ പദ്ധതിക്കായി ചെലവഴിച്ച 90 ലക്ഷത്തിലധികം രൂപ പാഴായി. ഫണ്ട് വകമാറ്റിയതും അഴിമതി നടത്തിയതിനും പിന്നാലെ ഇടനാഴി പൊളിച്ചു മാറ്റി. തെരഞ്ഞെടുപ്പ് കാലമൊക്കെയാണ്. തലസ്ഥാനത്ത് നഗരസഭാ പരിധിയിൽ വന്ന വികസനങ്ങളും ഒപ്പം തലസ്ഥാനത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ ചില പദ്ധതികളും അന്വേഷിച്ചിറങ്ങിയതാണ്. പക്ഷേ അന്വേഷിച്ചിറങ്ങി ഞങ്ങൾ ഒടുവിൽ എത്തി നിന്നത് ഈ കാണുന്ന ബോർഡിന് മുൻപിലാണ്. ഈ ബോർഡ് കാണുമ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലാകും. തിരുവനന്തപുരം നഗരസഭ കൊണ്ടുവന്ന വനിതാ സൗഹൃദ ഇടനാഴിയുടെ ബോർഡാണ്. അതായത് വി കെ പ്രശാന്ത് മേയറായിട്ടിരിക്കുന്ന സമയത്ത് തുടങ്ങിയ പദ്ധതി പിന്നീട് ശ്രീകുമാർ മേയറായി ഔദ്യോഗികമായി ചുമതലയേറ്റ ശേഷമാണ് ഈ ഒരു ഇടനാഴി ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. സ്ഥലം കൗൺസിലറായ രാഖി രവികുമാറും അതിൻ്റെ ഭാഗമായിരുന്നു. 90 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആ ഇടനാഴി നമുക്കൊന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടാലോ? സ്ത്രീ സൗഹൃദ നഗരം എന്ന ലക്ഷ്യം തലസ്ഥാനത്ത് പൂർണ്ണമായി സാക്ഷാത്കരിക്കാനാണ് 90 ലക്ഷത്തിലധികം രൂപ എസ്റ്റിമേറ്റ് ഇട്ട് സ്ത്രീ സൗഹൃദ ഇടനാഴി കൊട്ടിയാഘോഷിച്ച് നഗരസഭ കൊണ്ടുവന്നത്. വിമൻസ് കോളേജിന് മുന്നിലെ നടപ്പാതയിൽ 200 മീറ്റർ ദൂരമാണ് വനിതാ സൗഹൃദ ഇടനാഴിയാക്കി മാറ്റിയത്. കമല സുരയ്യ, ദയാഭായി, മേധാ പട്കർ, കൽപ്പന ചൗള തുടങ്ങി 40 പേരുടെ ചിത്രങ്ങളും വ്യക്തിവിവരങ്ങളുമായിരുന്നു ഇടനാഴിയിൽ ഉണ്ടായിരുന്നത്. 90,53,324 രൂപ എസ്റ്റിമേറ്റ് ഇട്ട് കോടികളിറക്കിയ പദ്ധതിയുടെ ഇന്നത്തെ അവസ്ഥ കാണുക. രൂപയുടെ വെട്ടിപ്പ്. 2020 നവംബർ 4 തുറന്ന ഇടനാഴി പൊടുന്നനെ അടഞ്ഞു, പിന്നീട് അപ്രത്യക്ഷമായി. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി പൊളിച്ചെന്നാണ് അവകാശവാദം. ബേക്കറി ജംഗ്ഷൻ മുതൽ വനിതാ കോളേജ് വരെ പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനം പിന്നീട് കോടികൾ ചെലവഴിച്ചപ്പോൾ ഇല്ലാതെയായി. പൊളിച്ച ഇടനാഴിയിലെ സാധനങ്ങൾ ആക്രി വിലയ്ക്ക് വിൽക്കാനുള്ള ഭരണസമിതിയുടെ നീക്കവും വിവാദത്തിലായിരുന്നു. 90.53 ലക്ഷം വകയിരുത്തുകയും പുതുക്കിയ എസ്റ്റിമേറ്റിലൂടെ 2 കോടിയോളം ചെലവാക്കിയ വിവാദ പദ്ധതിയാണ് 3ാം വയസ്സിൽ വിസ്മൃതിയിലായത്. ഇടനാഴിയിലെ ക്രമക്കേട് ഭരണസമിതിയെയും പ്രതിരോധത്തിലാക്കിയിരുന്നു. ക്യാമറ, നടപ്പാത, സോളാർ പാനൽ, ബസ് ഷെൽട്ടർ എന്നിവ ഉണ്ടായിരുന്ന പദ്ധതിയാണ് ഇങ്ങനെ പോയ വഴിക്ക് പുല്ലുപോലും മുളയ്ക്കാതെ കിടക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ച പദ്ധതി മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലം എത്തുമ്പോൾ അതിന്റെ ഒരു ചിത്രം പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. 90,53,324 രൂപ ചെലവഴിച്ച വനിതാ സൗഹൃദ ഇടനാഴി എവിടെ? സ്ത്രീകൾ പൂർണ്ണമായും സുരക്ഷിതമായോ തിരുവനന്തപുരം നഗരത്തിൽ? സ്ത്രീ സൗഹൃദ നഗരം പൂർത്തീകരിക്കാനുള്ള ഈ പദ്ധതി അട്ടിമറിച്ചത് ആർക്കു വേണ്ടി? പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത പദ്ധതി പിന്നീട് എന്തിന് പൊളിച്ചു മാറ്റി? ഒരുപാട് ചോദ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ബാക്കിയാണ്. ക്യാമറമാൻ ഗോപുവിനൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.